എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശിലാണ്. അതെ. അപ്പോൾ ഇന്നലെ അല്ല, ഇന്ന് വെളുപ്പിനെ ഞങ്ങളിവിടെ ഒരു പമ്പിൽ കൊണ്ട വണ്ടിയൊക്കെ ഇട്ടിട്ട് കിടന്ന് ഉറങ്ങിയതായിരുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് റെഡിയായി അല്ലേ. രാവിലെ നല്ല വെയിൽ. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ലോഡ് ഫ്ലോറിങ്ങിനുള്ള വുഡൻ പാനലാണ്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി ഇൻ്റർനാഷണൽ ട്രിപ്പായിട്ടാണ്. അതെ, ലോറി, അച്ഛനും അമ്മയും മോളും കൂടെ. അതെ. അപ്പോൾ എന്നാൽ വണ്ടി എടുക്കുക. തന്നെ വണ്ടി ഒന്ന് കറങ്ങിയാണല്ലോ സ്റ്റാർട്ടേ? വണ്ടി കറങ്ങിയാ സ്റ്റാർട്ടാകുന്നേ? അല്ല, നമ്മളെ സാധാരണ സ്റ്റാർട്ടാകുന്ന പോലെ സ്മൂത്ത്. അതെന്നാന്ന് ചോദിച്ചാലേ ഇവിടെ ഇന്നലെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പുള്ളിടത്ത് അങ്ങനെ ടെമ്പറേച്ചർ നമ്മളെപ്പോലെ തന്നെ തണുപ്പ് എഞ്ചിനും ബാധകമാണ്. തണുത്ത് കഴിയുമ്പോൾ മൊത്തം നല്ല ഉറക്കമല്ലായിരുന്നു നമ്മൾ കൊണ്ട് വണ്ടി ഇടുമ്പോഴേ. 16-18 ഉള്ളായിരുന്നു ടെമ്പറേച്ചർ. നല്ല തണുപ്പായിരുന്നു. ഇതെല്ലാം പഴയ മൺവീടുകളാണ്. ഇന്ന് നമ്മളിപ്പം കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും മധ്യപ്രദേശ് ഓടിത്തീർന്ന് ഉത്തർപ്രദേശിലേക്ക് കയറും. അധികം ദൂരം ഇല്ല. പിന്നെ ഇനിയിപ്പോൾ ദൂരം അങ്ങോട്ട് ബോർഡറിലേക്ക് ദൂരം കുറവായതുകൊണ്ട് ഇന്ന് ഇച്ചിരി താമസിച്ചു. അതെ, 400 കിലോമീറ്റർ വെച്ചേ ഉള്ളൂ. 400 അല്ല, 500 കിലോമീറ്റർ വേണം. നാളെ ചെന്നാലും മതിയല്ലോ. എപ്പോഴേലും ചെന്നാൽ മതി. രാത്രി വേണം ചെല്ലാം, ഇല്ല നാളെ ചെന്നാലും മതി. അതുകൊണ്ട് ഈ വീടുകൾക്കൊന്നും ഒട്ടും പൊക്കമില്ലല്ലേ. അതാ, അത് മധ്യപ്രദേശിലെ ഒറ്റ വീടുകൾക്കും ഇല്ല ഇങ്ങനെ പഴയ വീടുകൾക്കൊക്കെ. പഴയ ഒരു തറവാടാന്ന് തോന്നുന്നു. അത് നടുമുറ്റം ഉണ്ടെന്ന് തോന്നുന്നു. ഓട് കാണാൻ നല്ല രസമല്ലേ മുത്തേ? അതൊരു ഫാമിലി ഒന്നും അല്ലെന്ന് തോന്നുന്നു കേട്ടോ. പ്രയാഗ്രാജ് 90 കിലോമീറ്റർ ലെഫ്റ്റിലേക്ക്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വരുമ്പോഴേ, നാട്ടിൽ നിന്ന് വരുവാണെങ്കിൽ ജബൽപൂരിൽ നിന്ന് വരുമ്പോൾ നേരെ ആദ്യം പ്രയാഗ്രാജ് പോകണം. ഇതിലെ ലെഫ്റ്റിൽ ഇറങ്ങി പോകണം. ഇവിടുന്ന് ഒരു 90 കിലോമീറ്ററേ ഉള്ളൂ. വാരണാസി നേരെ പോകും. നമ്മൾ പ്രയാഗ്രാജ് വഴി പോകുന്നല്ലേ രാത്രി പറഞ്ഞു? അങ്ങനെ ഓർത്തായിരുന്നു. പക്ഷേ നമുക്ക് ആ വണ്ടിക്കാരോട് ഞാൻ ചോദിച്ചപ്പോഴേ പ്രയാഗ്രാജ് പകല് നോ എൻട്രി. ഞാനത് മറന്നു പോയായിരുന്നു. ഇന്നാൾ വന്നപ്പോഴും പകല് നമുക്ക് പോകാൻ പറ്റിയല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആദ്യം വാരണാസിക്ക് പോകാൻ കണ്ട അതുവഴിയിലാണത്. ഇത് പ്രയാഗ്രാജിനുള്ള റൂട്ടാ. 90 കിലോമീറ്റർ ഇവിടുന്ന്. മിർസാപൂർ 135, ഹനുമാന 59. നമ്മളെ ഇന്നലെ കണ്ടുപോലത്തെ വീടുകളൊന്നും അല്ല ഇവിടെ. ഇത് ഓരോ സൈഡ് മാറുന്നതനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ UP-യിലേക്ക് കയറുകയല്ലേ. UP-യുടെ ഒരു ടച്ചും കൂടെ. ഇപ്പോൾ പുത്തേ ട്രാവലോൻ്റെ കേരളത്തിൽ നിന്നും കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ വെറൈറ്റി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കാം. അപ്പോൾ കുറച്ച് മല്ലിയില മേടിച്ചു, തക്കാളി മേടിച്ചു, പിന്നെ പഴം മേടിക്കണോ ചേട്ടാക്ക്? പഴം വേണം, മേടിച്ചോ. കുറച്ച് മേടിച്ചാൽ മതി. അതെ, ഒരു ഇതായിട്ട് വരുവുള്ളായിരിക്കും, ഒരു ഡസനായിട്ട്. ഒരു പടല ഡസനാ അല്ല, ഒരു പടല അങ്ങ് എടുത്തു. തണ്ണിമത്തം വേണോ? തണ്ണിമത്തം വേണ്ട, തണുപ്പല്ലേ. ഉച്ചയ്ക്ക് തണുപ്പില്ലല്ലോ. ഉച്ചയ്ക്ക് പറയുന്ന വെയിലുണ്ടായിരുന്നു, ചൂടില്ലല്ലോ. കണ്ടോ, യാത്രി പ്രതീക്ഷാലയ വെയിറ്റിംഗ് ഷെഡാണ്. പക്ഷേ വെയിറ്റിംഗ് ഷെഡിൽ ആടും പശുവൊക്കെ ഉള്ളു. അതെ, ഇത് ഗോതമ്പ് പാടാണ്. ഇത് വിളഞ്ഞു വരുന്നേ ഉള്ളൂ. അതിന് അപ്പുറത്ത് നിൽക്കുന്നത് കടുക. ഒരു ഡെഡ് ബോഡി കൊണ്ടുവന്നു. ഇത് ചെറിയൊരു കടയാണ്. നമുക്ക് ഇവിടെ എങ്ങനെ നിർത്താം. അതെ, വെളിയിൽ നല്ല കാറ്റാ. അതിപ്പോൾ എവിടെ നിർത്തിയാലും കാറ്റാ. ഇപ്പോൾ കാറ്റാ, അതുകൊണ്ടുകൂടെ തണുപ്പും കേട്ടോ. അത്രേ ഉള്ളോ? അത്രേ ഉള്ളൂ. വെള്ളം കുറച്ചേ ഉള്ളൂ. ആ കുഞ്ഞു തേങ്ങയല്ലേ? രണ്ട് തേങ്ങ ഉള്ളോ? ചോറ് വെക്കുവാണേൽ നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാം. എന്നാ പിന്നെ ചോറും കൂടെ വെച്ചേക്കാം. ഏതൊക്കെയാലും ഇത്തിരി സമയം എടുക്കും ഇതൊക്കെ ഉണ്ടാക്കി പെറുക്കി വരുമ്പോഴത്തേക്കും. അതെ, അരി എത്ര ഇടുന്നേ? 3 ഗ്ലാസ് ഉണ്ടോ? വലിയ ഗ്ലാസ്സാ. ഒരാളും കൂടെ നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട് കേട്ടോ, ഇരട്ടവാളൻ. ഒരതിഥിയും കൂടെ ഉണ്ട്. അപ്പോഴിന്നൊരു അടയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഈ സവോളയും തക്കാളിയൊക്കെ എന്തിനാ? അങ്ങനെയൊക്കെ ഇട്ടും ഉണ്ടാക്കാം. അപ്പം സവോള ചെറുതായിട്ട് കൊത്തിയരിയണം, പിന്നെ നമ്മുടെ തക്കാളി കൊത്തിയരിയണം, കുറച്ച് കറിവേപ്പില ഇടണം, കുറച്ച് മല്ലിയില ഇടണം, കുറച്ച് പച്ചമുളക് ഇടണം, ഇത്തിരി ഇഞ്ചി ഇടണം. അപ്പോൾ അരിയും കൂടെ ഇട്ട് ചോറൂടെ വെച്ചാലേ അതെ, ഉച്ചയ്ക്കും വൈകുന്നേരത്തെയൊക്കെ ഫുഡ് റെഡിയായി. പിന്നെ അതിന് വേണ്ടി നമ്മൾ സമയം കളയണ്ട.
ഇവിടെ ആ തേങ്ങ എല്ലാം അച്ചയുടെ കയ്യിലോട്ട് വിട്. വേറെ ചരണ്ടിട്ടല്ലേ ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. സവാള ഗിരിഗിരി സവാള ഗിരി പോലൊന്നും തേങ്ങ എണ്ണാൻ പറ്റില്ല. ഇച്ചിരി പണിയുണ്ട് ഇത്. ഞാൻ പറഞ്ഞത് അതാ മിക്സിയിൽ അടിച്ചാൽ മതി. അന്നേരമേ അത് പോരാ. മിക്സിയിൽ അടിക്കുമ്പം തേങ്ങ അരഞ്ഞു പോകും. ഇങ്ങനെ കിട്ടണം. അപ്പോൾ അത് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും സവോളയും മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് കുറച്ച് ഉപ്പും ഇട്ടു ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി കുറച്ച് റവ ഇടാം. വറുത്ത റവ. വേഗം തേങ്ങയും കൂടെ ചിരണ്ടി കിട്ടണം കേട്ടോ. തേങ്ങ ഒക്കെ റെഡി. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് തേങ്ങയും കൂടെ ചിരണ്ടി ഇടണം. ഇങ്ങോട്ട് ദാ മതി. തേങ്ങ റെഡി. കുറച്ച് നേരം റെഡിയായി എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ തേങ്ങയും കൂടെ ഇട്ടിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു. അപ്പം നല്ലപോലെ ഒന്നുകൂടെ കുഴയ്ക്കാം നമുക്ക്. എന്താണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ശരിയാക്കി തരാം. ഒരാൾ വഴി ചോദിച്ച് മനസ്സിലാക്കാൻ പോയിട്ടുണ്ട്. അത് തന്നെയല്ല, അവിടെ പാല് കിട്ടുമെന്നറിയാനും കൂടെ പോയിക്കുന്നു. തൈരും കൂടെ നോക്കിക്കോ. തൈര് എൻ്റെ പൊന്നു ദീദി ക്യാ ചെയ്യുന്നത്. ഇത് കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. രാവിലെ നല്ല വിശപ്പുണ്ട്, വയറ് നിറയോ, അത്രേ ഉള്ളൂ എൻ്റെ ചോദ്യം. ഇല്ല 2 പഴം കൂടെ കഴിക്കാം. ഇതിപ്പോൾ നമ്മൾ സാധാരണ ഇവിടെ ഉണ്ടാക്കുന്ന പോലെ തന്നെയല്ലേ? അത് നമ്മൾ ഗോതമ്പ് പൊടിയും കൊണ്ടോ അരിപ്പൊടിയും കൊണ്ടൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ റവയും കൊണ്ടും ഉണ്ടാക്കും കേട്ടോ. ഇപ്പോൾ ഇതിനകത്തോട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ തളിച്ചൊഴിക്കാം. പിന്നെ വേണമെങ്കിൽ കുറച്ച് ജീരകം ഇടാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഇവിടെ ജീരകത്തിൻ്റെ ചുവയൊന്നും ആർക്കും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നില്ല. അപ്പോൾ നമുക്ക് അടച്ചിട്ടെടുക്കാം. ദൊഡലി എന്നൊക്കെ പറയുന്ന പോലെ ഇതെന്ത് സാധനം? ചൂടുവെള്ളം വേണോ? ഏയ് ഇത് നല്ല കഞ്ഞിയുടെ ചുവട്ട് തീ നിൽക്കുന്നില്ല. ഇങ്ങനെയാ സമയം പോകുന്നത്. ഇത് നല്ല ദോശക്കല്ലില്ലേ, നമ്മുടെ പഴയ ദോശക്കല്ല് കല്ലിൻ്റെ, ആ ദോശക്കല്ലിൽ ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടിയിട്ട് അങ്ങോട്ട് ചുടണം. അപ്പോൾ ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിരിക്കും. അതേ മുറിഞ്ഞു വന്നു. മിക്കവാറും ഇത് 2-3 പീസായിട്ട് തിരിച്ചിടേണ്ടി വരും കേട്ടോ. അതിനാന്ന് ഈ സൈഡിലോട്ട് ചൂട് കിട്ടുന്നില്ല, കാറ്റ് കാരണം അങ്ങോട്ട് പോവാം. തീയല്ല. തിരിച്ചു വെച്ചോ. അപ്പോൾ ഒരു സൈഡ് കൂടെ സെറ്റാവും. ഈ സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. കഞ്ഞി ഇപ്പം റെഡിയാവും. എന്നാ ഇങ്ങോട്ട് വാ. ഇതെങ്ങനെ ഞാൻ മറിച്ചിടുമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇതിപ്പോൾ മറ്റേ ഊത്തപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞ പോലെ തീ കത്തുന്നുണ്ടോന്ന് ഇടയ്ക്ക് നോക്കുമായിരുന്നു. ഇവിടെ പാലുണ്ടെന്ന് പറഞ്ഞത്. തൈരില്ല കേട്ടോ. തൈരില്ലേ? ആ പാല് മേടിക്കാം. കണ്ട ആ മരത്തിൻ്റെ അടിയിൽ കണ്ടോ ഒരു കട, നല്ല തണൽ. എല്ലാവരും ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ചെറിയ കാറ്റുണ്ട്. ഇവർ പറയുന്നേ ഇതിലെ തന്നെ പോയാൽ മതി. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട്. അത് കുറച്ച് നേരം നോയിട്ട് ഉണ്ടെങ്കിലും ഇടയ്ക്ക് എപ്പോഴേലും തുറക്കും, ഓപ്പൺ ആവും. അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഇല്ലേ അതിലേം പോവാം. നമുക്ക് ആലോചിക്കാം. ഫുഡൊക്കെ കഴിച്ചിട്ട് എങ്ങനെ തോന്നി അതനുസരിച്ച് പോവാം. പാല് മേടിക്കാം. സമൂസ എണ്ണം മേടിച്ചാലോ? സമൂസ ഉണ്ട്. അതേ ബ്രെഡ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചായ അടുപ്പിലിരിക്കുന്നു. ഒരു സമൂസ മേടിക്കാം. സമൂസ വേണോ? ഒന്നും മേടിച്ചോക്കാം. കരിവേലിനകത്ത് ഉണ്ടാക്കിയതാ. അവിടെ റൊട്ടിയൊക്കെ പരത്തുന്നുണ്ട്. റൊട്ടിയല്ലത്, സമൂസക്കുള്ള റൊട്ടിയല്ലേ? സമൂസക്കുള്ളതാണ്. 1/2 ലിറ്റർ പാൽ ദൂത് ചെയ്തു. 1/2 ലിറ്റർ പാല് തരാൻ. അല്ല ഞാനേ 1/2 ലിറ്റർ പാല് തരാൻ പറഞ്ഞു. 1/2 ലിറ്റർ അവിടുന്ന് ചായ മേടിച്ചോണ്ടാണോ? ചായ അല്ല, പാൽ. 1/2 ലിറ്റർ പാൽ. ഞാനത് പാല് കിട്ടിയില്ലെന്ന് ഓർത്തോണ്ട് കടുങ്കാപ്പിക്ക് വെള്ളം വെച്ചായിരുന്നു. അപ്പം ഇത് ഒഴിച്ചിട്ട് ഇവരുടെ ഗ്ലാസ് കൊടുക്കണം. ഇത് നാടൻ പാലാണ്. ആണോ? ആ പച്ചപ്പാല, ചൂടാക്കിയില്ല. എവിടുന്നേലും നാടൻ പാലും സംഘടിപ്പിച്ചുകൊണ്ട് വന്നോളും. അത് കടയിൽ അവർ 2 തൊട്ടിക്കകത്തിരിപ്പുണ്ടായിരുന്നു. ഒരു 5 ലിറ്ററോളം ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തോട്ട് ഒഴിച്ചു. ഇതിനകത്ത് ഒഴിച്ചേക്കാം കയ്യോടെ. കുറച്ച് വെള്ളം വെച്ചോ. ശുദ്ധമായ നാടൻ പാൽ. എന്നിട്ട് ചായ എടുത്തോ? അവിടെ വെള്ളം അവരെ ഒന്ന് ഒഴിച്ചായിരുന്നു കേട്ടോ അതിനകത്ത്. ഇതേ ഒരു ശാല ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടെന്ന്. ഈ തീ നിൽക്കുന്നില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഉണങ്ങുന്നില്ല. സവോളയുടെ ടേസ്റ്റ് ഉള്ളല്ലോ. സവോള ടേസ്റ്റ് ആണ്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇല്ലേ? തക്കാളിയുടെ ടേസ്റ്റ് ഇല്ലേ? വെറുതെ ഉണ്ടാക്കി കൊടുത്തു. വേണ്ടായിരുന്നു.
തക്കാളിയുടെ പുളിയാ. പുളിയൊന്നുമില്ല, അത് ഊത്തപ്പം കഴിക്കുന്നതല്ലേ ഇപ്പം. ഒന്നാമത് പുളി എനിക്ക് ഇഷ്ടമില്ല. നീ അതുകൊണ്ട് ഞാൻ കഴിക്കാതിരിക്കാൻ ഉണ്ടാക്കിയാണോ? അവിടെ 2 തക്കാളി എടുത്തിട്ട് നോക്കി, ഞാൻ 1.5 തക്കാളിയേ ഇട്ടുള്ളൂ, പകുതി അതിനകത്തിരിക്കാം. തക്കാളിയുടെ പുളിയാണ് മുന്നേ നിൽക്കുന്നത്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം, വേറെ ഒന്നും ഇല്ലല്ലോ. മൊത്തം ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതിന് തക്കാളിയുടെ പുളി ഉണ്ടോന്നൊന്ന്. ഇരുന്ന് കഴിക്കുക. ടേസ്റ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞാലും വിശപ്പുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതൊന്നും അവിടെ വെച്ചിട്ട് കാര്യമില്ല. കടയിൽ നിന്ന് കഴിക്കുന്നതിലും എന്തുകൊണ്ടും ബെസ്റ്റാണ്. റവയ്ക്കകത്ത് ഊത്തപ്പം ഉണ്ടാക്കിയ പോലെ ഉണ്ട്. ഇത് റവ ഊത്തപ്പം അങ്ങനെ പേരിട്ടാൽ മതി നമുക്ക്. എനിക്ക് ചുമ്മാ ഒരു അട ചുട്ട് തന്നാലും മതിയായിരുന്നു. പിന്നെ ഇതിന് തക്കാളി ഇടാതല്ലേ? അല്ല, തക്കാളി ഇടാതെ. ഈ റവ ഇങ്ങനെ ഇതാക്കിയിട്ടേ കുറച്ചേരം ഇരുന്ന് റവ കുതിരണം. ഉപ്പുമാവ് ഉണ്ടാക്കിയാലും മതിയായിരുന്നു. ഇന്നലെ ഉപ്പുമാവ് അല്ലായിരുന്നോ? അയ്യോ, ഇന്നലത്തെ ഉപ്പുമാവ് ഇച്ചിരി വൈകിട്ട് അതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു. വൈകിട്ട് കഴിക്കാന്ന് പറഞ്ഞായിരുന്നു. ചിലപ്പോൾ പോയി കാണുകയില്ല, കേടായി കാണുകയില്ല ചിലപ്പോൾ. സോറി. ഇതിൻ്റെ പേരെന്നാ? റവ ഊത്തപ്പം. റവ ഊത്തപ്പം. അപ്പോൾ അതെ, പാലൊക്കെ തിളച്ച് ഈ സ്റ്റവിലേക്ക് മാറ്റി വെച്ചപ്പോഴേ ഇതൊന്ന് തിളച്ച്. കാറ്റ് ഭയങ്കര കാറ്റാണ്. അപ്പം കാപ്പി റെഡി. വേഗം കൊണ്ടുവന്ന് കഞ്ഞി വാർക്ക, സമയം പോന്നു. കഞ്ഞി തടയിടാം. അതെ, ഇതാണ് നമ്മുടെ കഞ്ഞി വാർക്കുന്ന സ്ഥലം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടന്നാൽ മതി. നേരത്തെ നമുക്ക് അടുക്കളയൊക്കെ അടുക്കി പെറുക്കി വെക്കാം. പാത്രമൊക്കെ കഴുകി പെറുക്കി വെക്കട്ടെ. നേരത്തേനും നമ്മുടെ കഞ്ഞിയുടെ വെള്ളമൊക്കെ പൊക്കോളും. മുത്തവിടെ ഫോണിൽ എന്തൊക്കെയോ പരിപാടികളാണ്. കഞ്ഞിവെള്ളം ഇരിപ്പുണ്ട്, വേണമെങ്കിൽ കുളിക്കാം. മുത്ത് ഫോണെ പണിയെന്ന് പറഞ്ഞാൽ ഫോണെ ഗെയിം കളിക്കുമൊന്നും അല്ല കേട്ടോ, അല്ലാതെ നമ്മുടെ വീഡിയോയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുക. എന്നിട്ട് പോവാം. അതെ, സമയം ഒരുപാട് പോയി. സ്റ്റാർട്ട് ചെയ്തോ, എയറൊക്കെ കയറട്ടെ. ഞാനേ കെട്ട് വഴിക്ക് പണിയാവുന്ന ഞാൻ ഓർത്തല്ല, എന്നാലും കുഴപ്പമില്ല കേട്ടോ. കുഴപ്പമൊന്നുമില്ല, ഇത്തിരി ലൂസായിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെന്താണെന്നറിയോ, അകത്താ പ്ലൈവുഡ് ഉള്ളതുകൊണ്ടാ. അതെ, അതുകൊണ്ട് ഒരു സ്ട്രോങ് ആയിട്ട് അവിടെ വന്നോളും. വേഗം ചെയ്യും ഉച്ചേ. ആണ്ടേ പണിയിപ്പിക്കാൻ വേണ്ടി വന്നാ, പണിയാൻ വേണ്ടി വന്നല്ല. ആണ്ടാ അതെ, ആ ടയറൊക്കെ അല്ലേ ഇവിടെ. ജൽദി നീ ഉച്ചക്ക് ചോറിനാനെ നിർത്തുള്ളൂ കേട്ടോ. ഈ ശാപ്പാട് മാത്രമേ നടക്കുന്നുള്ളൂ, വണ്ടി ഓടുന്നില്ല. പക്ഷെ വണ്ടി ഓടിയോട്ടെ, ഇന്നലെ എത്ര 400 കിലോമീറ്റർ ഇന്നലെ ഓടി. അപ്പൊ 2-3 മണിക്കൂർ പോയി, ഉടക്കൊണ്ടായി 2-3 മണിക്കൂർ പോയി, എങ്കിലും 400 കിലോമീറ്റർ ഓടി. പൈപ്പിന്റെ സ്റ്റോക്ക് യാർഡാണല്ലോ, എത്ര ലോഡ് പൈപ്പാണ് കിടക്കുന്നത്. അല്ലെ ഈ വാട്ടർ ലൈന് വേണ്ടിയിട്ടായിരിക്കും. പൊളിക്കാൻ വേണ്ടിട്ട്. അടുത്ത വെയിറ്റിംഗ് ഷെഡ് എല്ലാം പശുത്തൊഴുത്താണോ? അതിന്റെ എല്ലാം വെയിറ്റിംഗ് ഷെഡ് എല്ലാം പോയല്ലോ. ഇവിടെ അതിന് ബസ് സർവീസ് ഒക്കെ കുറവാന്നേ, ഈ ട്രിപ്പ് വണ്ടികളാ കൂടുതലും. ഹൈറ്റ് കുറവ്. ചാണകമൊക്കെ ഉണക്കി വെച്ചേക്കുന്നുണ്ട് അവിടെ, അത് കത്തിക്കാൻ വേണ്ടി കേട്ടോ. മൊത്തം ഗ്യാസ് പോയപ്പോ ഞാനും ആലോചിച്ചായിരുന്നു വീട്ടിലൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടായിരുന്നെങ്കിൽ. ബയോഗ്യാസ് പ്ലാന്റോ? മണ്ണെണ്ണ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡീസൽ ഇട്ട് കത്തിക്കാലോ. സ്റ്റൗ ഡീസലൊക്കെ വരണ്ടേ? ശരിയാ, ഇതാകുമ്പോ എളുപ്പമുണ്ട്. 2 പശു ഇതുകൊണ്ട് ഉണക്കി വെച്ചേക്കുന്നുണ്ട് ചാണകം, ഇതിട്ട് കത്തിയാലും തീയല്ലേ. അതൊക്കെ അതെ, അത് നല്ല തീയാ. നമ്മുടെ അവിടെ ഈ തടിമില്ലിന്ന് പോയി അറക്കപ്പൊടി എടുത്തോണ്ട് വന്നാൽ മതി, എന്നിട്ട് പഴയ കുറ്റിയില്ലേ, കുറ്റി നിറച്ചാൽ മതി. നല്ല എന്തിനാ അത്രയും പാടുണ്ടോ? ആ കാട്ടിലോട്ട് പോയാൽ കുറച്ച് വിറവ് ഇറക്കിക്കൊണ്ട്. കാട്ടിൽ എവിടെ പോയാലേ ഏറ്റുമാനൂർ ഞാൻ പെട്ടെന്ന് കോരത്തോട്ട് പോയി. ഇതൊക്കെ നടുമുറ്റമുള്ള വീടാ ഇത്. ഇതൊക്കെ ഈ ഓടുള്ള എല്ലാം ഒത്തിരി പഴയ വീടാ. ഇതുണ്ടോ 2 നിലയല്ല. ഇപ്പൊ ഒക്കെ എനിക്ക് തോന്നുന്നു ഇത് കൂടുതൽ ധാന്യങ്ങൾ വെക്കാനും തൊഴുത്തൊക്കെ ആയിട്ടാണ് ചിലരൊക്കെ ഉപയോഗിക്കുന്നത്. ഇതുകൊണ്ടോ, അതുകൊണ്ട് അതൊരു താമരപ്പൊയ്കയാ. പക്ഷെ ഇപ്പൊ പൂക്കളൊന്നും ഇല്ല. ആ വീടുകളൊക്കെ കണ്ടോ, ആ വീടിന്റെ മുറ്റത്തെ, ഈ വീടിന്റെ മുറ്റത്തോട് നിൽക്കുക 2 കുഞ്ഞിപ്പിള്ളേർ നിൽപ്പുണ്ട്. 2 പ്ലേറ്റ് വെച്ചിട്ട് അതേ കയറി അവൻ നടക്കുന്നത്. മിക്കവാറും നാസിക്കിന്നൊക്കെ ലോഡ് കയറി വരുന്ന വണ്ടികളായിരിക്കും. ഇവിടെ ഈ മധ്യപ്രദേശിൽ ചില സ്ഥലങ്ങളിൽ വണ്ടിക്കാർ കൂടുതലും വൈകുന്നേരം രാത്രിയിലാണ് ഓടുന്നത്. പകലെല്ലാം ആറ്റുമുണ്ട് വഴിയിൽ, അപ്പൊ അത് നോക്കിയേ ഓടുള്ളൂ. ആ വണ്ടിക്കാരൊക്കെ പറഞ്ഞു, രാവിലെ കണ്ടില്ലേ. വേറെ ഒന്നുമില്ല, പിരിവാണ് ലക്ഷ്യം. ആട്ടേനെ കാണുമ്പോ പാവം തോന്നി, ഈ വെയിലത്ത് വണ്ടിയിൽ AC ഒന്നും ഇല്ലാണ്ട് പാവം ഇങ്ങനെ വഴി നിൽക്കല്ലേ. അതെന്തിനാ? അതാ പിരിവിന് ഇതെന്നാ പറ്റി?
ആ ഒരു വണ്ടി സൈഡിലുണ്ടായിരുന്നു. അപ്പുറ സൈഡ് ടാറിങ് നടന്നുകൊണ്ടിരിക്കുക, ഈ സൈഡ്. ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടോ? രജിസ്ട്രേഷൻ ഏതാണെന്നും കൂടെ അറിയത്തില്ല, നമ്പർ മാത്രമേ നോക്കിയത്. ആർടിഒ കഷ്ടപ്പെട്ട് വഴി കിടക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫൈൻ അടിക്കാൻ പറ്റിയ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. വണ്ടികളിലുണ്ട്. ഇപ്പൊ ലൈറ്റിന്റെ ഓരോ വണ്ടിയുടെ ഒക്കെ ലൈറ്റ് കണ്ടിട്ടുണ്ടോ? എത്ര ലൈറ്റാ വെച്ചേക്കുന്നത്. അതുപോലെ തന്നെ ചിലതിലിപ്പം ഈ നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ട് പോകുന്നുണ്ട്, നമ്പർ പ്ലേറ്റ് ഉള്ളത് കാണാതെ പോകുന്നുണ്ട്. അങ്ങനെ പല പല ഇഷ്യൂകളുണ്ട്. കട്ടക്കളം കണ്ടോ? ഇവിടുത്തെ മണ്ണിന്റെ കളർ കണ്ടോ? അതെ, ആ ഇറക്കിയിട്ടേക്കുന്ന മണ്ണല്ല കേട്ടോ, അത് മറ്റേ ഇതാണോ? ഉമ്മിയാണോ? അത് ഉമ്മിയാണോന്നൊരു സംശയം. ആ ഗോൾഡൻ കളറിൽ കിടന്നില്ലേ? ഉമ്മി ചിലപ്പോ കത്തിക്കാനായിരിക്കും അല്ലേ? ഇത് തമിഴ്നാട് വണ്ടി, 2 വണ്ടി. കാഠ്മണ്ഡുവിലുള്ള നമ്മുടെ പാർട്ടി വിളിച്ചു, എവിടെ എത്തി, എപ്പം വരും ബോർഡറിൽ നിന്നൊക്കെ ചോദിച്ചു. അപ്പൊ പേപ്പറെല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, താമസിക്കാലെന്നൊക്കെ പറഞ്ഞു. ബോർഡിൽ ചെന്ന് ഒത്തിരി ദിവസം കിടക്കണ്ടെന്നർത്ഥം. അവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞ് നാളത്തേക്ക് എത്താന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബോർഡറിൽ നിന്നേ നേപ്പാളിലെ റോഡ് എങ്ങനെ ഉണ്ടെന്ന് ഒരു പിടിയില്ല, പണ്ടത്തെ അവസ്ഥയാണോ എന്നറിയത്തില്ല. ഇപ്പം ഈ അവിടെ നമ്മൾ ആ നിർത്തിയെടുത്ത് വണ്ടിക്കാർ പറഞ്ഞ വഴി ഭയങ്കര മോശമാണ്, പിന്നെ മലമ്പ്രദേശമാണ്. മലമ്പ്രദേശം നമ്മളിപ്പോൾ കേരളം അങ്ങനല്ലേ, കയറ്റമുള്ള സ്ഥലങ്ങളില്ലേ. ഇവിടെ എല്ലാം നിരപ്പ് വഴിയായതുകൊണ്ട് ഇവർക്ക് ചെറിയ കയറ്റമാണെങ്കിലും വലിയൊരു ഇതായിട്ട് തോന്നും. അപ്പം ഭയങ്കര വഴി മോശമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ പോയിച്ച് വന്നവരാരുമില്ല. അത് നമ്മളങ്ങോട്ട് ചെല്ലുമ്പം കണ്ട് അനുഭവിച്ചറിയാനേ പറ്റുള്ളൂ. ബോർഡറിൽ സിനിമ വണ്ടിക്കാരുണ്ടാവും, വെച്ചാ അറിയാം. ഇനി എങ്ങനാണേലും പോണല്ലോ, കാര്യമൊന്നുമില്ല. നമ്മളെ നേപ്പാള് പോയിട്ട് ഇപ്പൊ 3 വർഷമായി. കറക്റ്റ് 2023 പോയതാ അല്ലേ? 2023 ഏപ്രിലിൽ പോയതാ. ഇപ്പം ഏപ്രിൽ ആവുന്നതല്ലേ ഉള്ളൂ. ഇപ്രാവശ്യം നമ്മൾ UP എന്നുള്ള ബോർഡറിൽ കൂടെ കയറി പോന്നെ. അതായത് സൊനോലി ബോർഡർ വഴിയാണ് ഇപ്പോൾ ഈ പ്രാവശ്യം പോകുന്നത്. അന്ന് നമ്മൾ റെക്സോൾ ബോർഡർ വഴിയാണ് പോയത്. ബീഹാറിൽ നിന്ന് പോകുന്ന ബോർഡറിൽ കൂടെ. ഇന്ത്യയിൽ നിന്ന് പോകുന്ന രണ്ടൊരു മെയിൻ ഏറ്റവും മെയിൻ ഇതാ നമ്മളീ പോകുന്ന മെയിൻ ബോർഡർ സൊനോലി. പിന്നെ 3-4 ബോർഡർ കൂടെ ഉണ്ട്. വെസ്റ്റ് ബംഗാളിലുണ്ട്, പിന്നെ ഉത്തരാഖണ്ഡ്, പിന്നെ ബീഹാറിൽ തന്നെ 2 ബോർഡർ കണ്ടുണ്ട്. ബീഹാർ, UP ഇവിടെ നിന്നെല്ലാം കയറി പോവാം. ഇതുണ്ട്, ആ ഒരു വണ്ടി ഉണ്ടോ? ഏതാ വണ്ടിയുടെ പുറയിലിടിച്ച, അതിന്റെ തന്നെ പുറയിലിടിച്ചാന്ന് തോന്നുന്നത്. അതെ, അവിടെ നിർത്തിയിട്ടിരുന്ന ലോറിയാ. ചെറിയൊരു ടൗൺ, നാഷണൽ ഹൈവേയിലാണല്ലോ കടയൊക്കെ. കടയല്ല ഇവിടെ, തട്ടുകടകള്. ഇപ്പോൾ നമ്മൾ മധ്യപ്രദേശ് റോഡിൽ തീരാൻ പോവുകയാണ്. ഉടനെ തന്നെ നമ്മൾ UP-ലേക്ക് കയറും, ഉത്തർപ്രദേശിലേക്ക് കയറും. മധ്യത്തിൽ നിന്നും നമ്മൾ ഉടനെ മുകളിലോട്ട് കയറും. വെൽക്കം ടു റിവ ഹനുമാന ടോൾ റോഡ്. ഇനി ഇവിടെ നമ്മൾ നല്ലൊരു ഘാട്ടിറങ്ങി വേണമല്ലോ UP-ലേക്ക് അല്ലേ? അതെ അതെ. ഇതിലും താഴെയല്ലേ UP? ഒരു ഹനുമാന ഘാട്ട് ഇറങ്ങിയാണ് താഴെ UP-ലോട്ട് ചെല്ലുന്നത്. അപ്പം ഇവിടുത്തെ കാട്ടിൽ ഇച്ചിരൂടെ ചൂടുണ്ടായിരിക്കും UP-ൽ, പക്ഷെ ചൂട് തുടങ്ങിയിട്ടില്ല. മഴ പെയ്യുക അതെ, അല്ല മഴ പെയ്തുകൊണ്ടാണെന്നാ പറഞ്ഞേ തണുപ്പുള്ള. അത് തന്നെയല്ലേ ചെറിയ കാറ്റും ഉണ്ട്. ഞാനേ കാഠ്മണ്ഡുവിലെ വെതർ അപ്ഡേറ്റ് നോക്കി. അപ്പം നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കുറച്ചുകൂടെ ചൂടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അവിടെ മഴയായി. ഞാനും വീട്ടിൽ നോക്കിയായിരുന്നു, അതുകൊണ്ട് ഞാൻ സെക്ടറും ഒന്നും എടുത്തിട്ടില്ല. അതെ, രാത്രി 9-10 ഒക്കെ ടെമ്പറേച്ചർ ഉള്ളൂ. എവിടെയെങ്കിലും നിർത്തി 2 സെക്ടറൊക്കെ മേടിക്കേണ്ടി. അതല്ല ചൂടല്ല എന്ന് ഓർത്തോണ്ടേ 2 കട്ടിയില്ലാത്ത ബെഡ്ഷീറ്റ് എടുത്തോണ്ട് ഉള്ളിത്തൊലി പോലത്തെ 2 ബെഡ്ഷീറ്റ്. ഇതുണ്ട്, ഇത് വെട്ടുകല്ലല്ലേ? വെട്ടുകല്ല് പോലിരിക്കുന്നത്. അതെ, ഇവിടുന്ന് അങ്ങോട്ടല്ല, ഇനി എങ്ങനെ ഉള്ള മണ്ണാ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ബോർഡർ കുറെ ഭാഗം ഇങ്ങനെ, എന്നിട്ട് ഇവിടുന്ന് ഈ മല ഇറങ്ങി നമ്മൾ താഴേക്ക് ചെല്ലുക. ഈ നിൽക്കുന്ന എല്ലാം മഹുവാട്രിയാ. അതെ, പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങി കേട്ടോ. അതിന്റെ കായില്ലേ നമ്മൾ കൊഴിഞ്ഞു വീഴുമ്പം കള്ളിന്റെ മണമുള്ള പൂ, അത് മദ്യം ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ വേറെ എന്തിനൊക്കെയോ ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഏപ്രിലൊക്കെ ആകുമ്പത്തേനെ വിരിയോളം തോന്നും കേട്ടോ. അതിന്റെ സമയം ആയില്ല, ചില നല്ല വേനൽ മൂക്കുമ്പോഴാണ്. UP-ൽ RTO ഉണ്ടോ? UP-ൽ RTO ഇല്ല, ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ല, വഴി RTO ഇല്ല, പോലീസിന്റെ ശല്യവും ഇല്ല, ഒന്നുമില്ല. അയ്യോ, ഇതുകൊണ്ട് ഇതിനിട്ട് വണ്ടി ഇടിച്ചതുണ്ടോ? പശുവല്ല, പോത്ത്, എരുമയായിരിക്കും. മിർസാപൂർ 74 കിലോമീറ്റർ ഉണ്ടോ. ഇവിടെ എല്ലാം കണ്ടോ മണ്ണ് കുറവാ, പാറയാ ഈ ഏരിയ മൊത്തം. കുറെ വരണ്ട പ്രദേശമാണ്, മഴയും കുറവായിരിക്കും കേട്ടോ. ഇൻറ്റിഗ്രേറ്റഡ് MB ബോർഡർ ചെക്ക് പോസ്റ്റ്. ഇപ്പം ബോർഡർ ചെക്ക് പോസ്റ്റ് നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം അത് നിർത്തി.
ചെക്ക് പോസ്റ്റ് കാണില്ല, ചിലപ്പോൾ അവർ മറ്റേ വണ്ടി ഇട്ടുകൊണ്ട് അവിടെ കിടപ്പുണ്ടാവും. കാവല് കാണും. അതെ, ഈ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കാണാമോ? അതെ, അതാ പറഞ്ഞേ, ഇതൊന്നും ഇവിടെ വിഷയമല്ല. ഇങ്ങനെയുള്ള നിയമങ്ങളെല്ലാം കറക്റ്റായിട്ട് നോക്കുന്ന നമ്മൾ കേരളത്തിലാണ്. കേരളത്തിലെ MVD ആണ്. അത് നമ്മൾ പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും കേരള MVD പോലെയുള്ള ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഇല്ല വേറെ ഒരു സ്റ്റേറ്റിൽ. നിയമങ്ങൾ കൂടുതൽ പാലിക്കുന്നതും കേരളത്തിലുള്ളവരും കേരളത്തിലാണ് നടപ്പാക്കുന്നതും. ഇപ്പം ഗ്ലാസ്സിൽ കൂളിംഗ് ഫിലിം, ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ് എല്ലാം കറക്റ്റായിട്ട് കേരളത്തിൽ മാത്രമേ പാലിക്കുന്നുള്ളൂ. പിന്നെ അതുകൊണ്ടോ ചെക്ക് പോസ്റ്റ് നിർത്തി, പക്ഷേ ഇവിടെ ഇപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അതിലെ ഇറക്കി വിടുക. മധ്യപ്രദേശിലെയും ബോർഡർ RTO ചെക്ക് പോസ്റ്റുകളെല്ലാം നിർത്തിയതാണ്, പക്ഷെ എന്നാലും ഇതിലെ ഇറക്കിയാണ് വിടുന്നത്. അതുകൊണ്ടോ ഇപ്പോൾ ഇവർ ഓഫീസൊന്നും ഇല്ലതേ, അവിടെ വണ്ടി ഇട്ട് അവിടെ കിടപ്പുണ്ട് പിരിവിന് വേണ്ടിയിട്ട് മാത്രം. അവിടെ നേർച്ചയായിട്ട് പോന്നാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. നമുക്ക് നേർച്ചയൊന്നും ഇടണ്ട. നമുക്കിടണ്ട. ഇതുകൊണ്ടോ ഈ നിറച്ച് വെച്ചേക്കുന്ന മൊത്തം ഗോതമ്പാ. മഴ പെയ്യുന്നോണ്ടേ അതുകൊണ്ടാണ് ചെറുതായിട്ട് മുടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ മധ്യപ്രദേശ് കഴിഞ്ഞത് UPയിലേക്ക് ഉത്തർപ്രദേശിലേക്ക് കയറുകയാണ്. മിർസാപൂർ 52, വാരണാസി 140, അസൻസോൾ 582, കൊൽക്കത്ത 790. UP tourism welcomes you in Ma Vidyavasini Devi Dham Mirsapur. എൻ്റെ ചുടുകട്ട ട്രാക്ടറെ കൊണ്ട് നിർത്തിയേക്കുന്നത്. ഇതെല്ലാം വിൽക്കാനുള്ളതാന്ന് തോന്നുന്നത്. ഇവിടുന്ന് വല്ലതും ഓരോരുത്തർ വില പറഞ്ഞെടുത്തോണ്ട് പോകായിരിക്കും. അപ്പം നമ്മുടെ നേപ്പാളിലെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പം കേരളം, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, അത് കഴിഞ്ഞ് നമ്മളിപ്പം ഉത്തർപ്രദേശിൽ കയറി, UP. അപ്പം ഇനി നമ്മൾ UPന്ന് നേരെ നേപ്പാൾ കയറും. സൊനോലി ബോർഡർ വഴി ഉധം പ്രദേശ്, ഉത്തർപ്രദേശ്. മിർസാപൂർ 66 നമ്മുടെ വണ്ടി നമ്പറാണല്ലോ. വിന്ധ്യാഞ്ചൽ 71 നമുക്കുള്ള ഒരു വണ്ടിയുടെ നമ്പറാണ്. 66ഉം 71ഉം കൂടെ നമ്മളന്ന് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഒക്കെ പോയത്. അതുവഴി മേഘാലയ പോയത് അല്ലേ. ഇവിടെ എല്ലാം ഇവിടുന്ന് എല്ലാം മലയാ. ഇതുണ്ട് ചെറിയ മലയാ. ഇവിടുന്ന് അങ്ങ് ഇറങ്ങി താഴോട്ട് ചെല്ലുന്നതാണ് ഉത്തർപ്രദേശ്. കണ്ടോ താഴെ നല്ല നിരപ്പായിട്ട് സ്ഥലങ്ങൾ. ഇവിടെ നിരപ്പ് തന്നെയാണ്, ഇച്ചിരി ഹൈറ്റിലാന്നുള്ളതേ ഉള്ളൂ. ആ പാറ കണ്ടോ, പാറ എല്ലാം നല്ല അടുക്ക് കല്ലുകളാണ്. ഇതുണ്ടോ ആ ഒരു വലിയ പാറയിൽ കുറെ മരങ്ങൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, അതൊരു ക്ഷേത്രമാണ് അത്. ഇവിടെ UPയിലോട്ട് കയറിയെന്ന് പറഞ്ഞാലും ഇത് കണ്ടോ മധ്യപ്രദേശിലെ പോലെ തന്നെയുള്ള വീടുകളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെയുള്ള ഇതുണ്ട് വിറക് കെട്ടി വെച്ചേക്കുന്നത്. ഇത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പൊ ഗ്യാസില്ലേലും നമുക്ക് വിറക് മേടിച്ച് കത്തിക്കാം. എത്ര കെട്ടാ വിറക് വെച്ചേക്കുന്നത്. ഇവിടെ അല്ലെങ്കിലും ഗ്യാസിനൊന്നും അങ്ങനെ പ്രശ്നം നമ്മൾ കണ്ടില്ല. പിന്നെ ഇവിടെ കൂടുതലും ഇവർ ഈ ചാണകവും വിറകും ഒക്കെ തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞാൻ വിചാരിച്ചു പോകുന്ന വഴിക്ക് ഗ്യാസ് കിട്ടത്തില്ലെന്ന്. എന്തൊക്കെയായിരുന്നു നമ്മുടെ ഫോൺ എടുക്കുമ്പോഴേ ഗ്യാസ് ഇല്ല, വെള്ളമില്ല, വിറകില്ല, ഡീസലില്ല, ഡീസലില്ല, എന്തൊക്കെ പാടായിരുന്നു. ഒരിടത്തും ഒരു പ്രശ്നമില്ല. പക്ഷെ നമ്മള് ഫുൾ ടാങ്ക് പോലും ഡീസൽ അടിക്കാതെ വന്നേ. എല്ലായിടത്തും ഡീസൽ ഉണ്ട്. നമ്മളീ ഇത്രയും ഹൈറ്റിലായിരുന്നു. ഇവിടുന്ന് നേരെ താഴേക്ക് ഇറങ്ങി ചെല്ലുക, പിന്നെ ഫുള്ള് നിരപ്പ് വഴി. നമ്മൾ വന്ന വഴി നിരപ്പ് തന്നെയാണ്, എന്നാലും ഇച്ചിരി ഹൈറ്റിലായിരുന്നു. അതെ, അങ്ങ് കിടക്കുന്ന നമുക്ക് ആ വഴിയുണ്ടോ, അങ്ങ് കണ്ടോ, അതിലേ നമുക്ക് പോകണ്ടേ. ഇവിടെ നിന്ന് നമ്മൾ ചുരം ഇറങ്ങാൻ തുടങ്ങുകയാണ്. ചെറിയൊരു ചുരമാണ്, ഇത്തിരി വലുതൊന്നുമല്ല. കാര്യം ഇത് വലിയ ദൂരമൊന്നുമില്ല, എന്നാലും നല്ല ഇറക്കമാണ്. വലിയ വളവും തിരിവൊന്നും കുറവ് അല്ലേ. വളവും തിരിവുകളും ഒന്നുമില്ല. 2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നല്ലേ. രണ്ടല്ല, കൂടുതലുണ്ട്, 3-4 കിലോമീറ്റർ ഉണ്ട്. ഈ ചുടുകട്ട ഇതൊക്കെ താഴേന്ന് കയറി വരുന്ന അതുണ്ട്. ആ ട്രാക്ടർ അപ്പുറം കിടപ്പുണ്ടായിരുന്നല്ലോ കുറെ. ഇവിടെ ഇതുപോലുള്ള ഹമ്പുകൾ ഒരുപാടുണ്ട്. പക്ഷെ ചില സമയത്ത് അതൊരു അപകടമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുറകെ വരുന്ന വണ്ടിക്കാർ ശ്രദ്ധിക്കാതെ നമ്മൾ ചവിട്ടി കഴിയുമ്പം ചവിട്ടിട്ട് നിൽക്കാതെ വല്ലതും വന്നാൽ തട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാൻ പാടില്ല, കാരണം ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 20 എഴുതി. ശരിയാ. റോഡിൽ എഴുതി വെച്ചേക്കുന്ന ബോർഡ് നോക്കി ഓടിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. എത്ര പേര് നോക്കും. താഴെ കണ്ടോ ഒരു ഗ്രാമം, UPയിലെ ഒരു ഗ്രാമമാണ് താഴെ കാണുന്നത്. ഇങ്ങോട്ട് ചൂടുണ്ട് കേട്ടോ, ഇന്നലത്തെ പോലല്ല, ചെറിയ ചൂടും ആവിയൊക്കെ ഉണ്ട്. ഘാട്ട് സമാപ്ത്, കൃപയാ ധീരെ ചലോ. എന്നാ പിന്നെ ഇനിയും ഗിയറൊക്കെ മാറ്റിക്കൊണ്ട് നമുക്ക് ധീരമായിട്ട് ചെല്ലാം. ധീരെ ധീരെ ചലോ. അപ്പം അത് ഈ മലയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇതുണ്ട്, അതിലെ വഴി കാണാം. അപ്പം നമ്മൾ ചുരം ഇറങ്ങി താഴെ എത്തി.
ലാൽഗഞ്ച്, ശിവാപൂർ, ദാമോദർഗഞ്ച്. ഉച്ചയായോണ്ട് വിശക്കാറായോ? അതുകൊണ്ടാണോ അമ്മ? വിശക്കാനുള്ള സമയം ആയില്ല. വിശക്കാറായില്ല. 2 മണിയായോ? 2 മണിയായോ? 2 മണി കഴിഞ്ഞു. ഇപ്പൊ സമയം എന്ത് പെട്ടെന്നാ ഓടിപ്പോന്നേ. അതെ അതെ, എല്ലായിടത്തും ചാണകം ഉണ്ടാക്കി ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അവര് വേനൽക്കാലത്ത് ഇത് ഉണങ്ങി വെക്കും. എന്നിട്ട് മഴക്കാലത്ത് കത്തിക്കുക. നല്ലൊരു കുഞ്ഞു കുടില് പോലെ അവരുണ്ടാക്കി വെക്കും, ചെറിയൊരു റൂം പോലെ. അത് നിറച്ച് മൊത്തം ആ ഷേപ്പിൽ അടുക്കിയിട്ട് പുറമേ ചാണകം വെച്ച് തേച്ച് പിടിപ്പിച്ച് നനയായിരിക്കും. എല്ലാ വീട്ടുമുറ്റത്തും ഉണ്ട്. അതിനാല് പശുവുണ്ട്, എരുമയുണ്ട് എല്ലായിടത്തും. എരുമയും പശു ഇല്ലാത്ത എല്ലാവരുടെയും മെയിൻ ജീവിതമാർഗം. അല്ല, അതിന് കന്നുകാലികളില്ലാത്ത ഒരു വീട് പോലും ഇല്ല. ഇത് പ്ലൈവുഡ്. പ്ലൈവുഡ് അല്ല, ഇത് ഫ്ലോർ ബോർഡർ. ഇതില് പാനൽ. ஆமா 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 இருக்கு. சும்மா அப்படியே ஒரு 4x4. அது லோட் ஓட்ட முடியாது, பர்சனல் யூஸ். பிரைவேட் வண்டி. சரி, எந்த ஊர் நீங்க? வாழப்பாடி, தும்பல். எந்த ரூட்? அதான் எந்த சைடு? சேலம் மாவட்டம். ஓகே ஓகே, சரி ஓகே. பேர்? தமிழ். പേര് തമിഴ്. ഓക്കെ. അപ്പോൾ പുള്ളിയുടെ വഴിയൊന്ന് സംശയം ചോദിക്കാൻ വിളിച്ചാ. മിർസാപൂർ നോ എൻട്രി ഉണ്ട്, അതിനിപ്പുറത്തുനിന്ന് തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്. അല്ലെങ്കിൽ അതാണ് അവരും പറഞ്ഞത്. അവിടെ മിർസാപൂരിന് ഇപ്പുറത്ത് തിരിഞ്ഞു പോയാൽ നേരെ നമുക്ക് വേറൊരു ഹൈവേ കയറിയിട്ട് വന്ന് പോകാം, ഗോരഖ്പൂർ പോകാൻ നേരെ. പക്ഷേ വാരണാസി പോകണമെങ്കിൽ വാരണാസി പോകണ്ടേ? വാരണാസി വഴി പോണായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. എന്നാലും ഇവിടുന്ന് മാറിപ്പോവാം, രാംനഗർ. അത് തന്നെ. എന്നാ അവിടെ കടയിൽ ഇച്ചിരി തൈര് കിട്ടുമോ നോക്കാം. भैया आगे जिस पटरी में है, आप नहर से आगे जाएंगे तो मिलेगा आपको. कितना दूर? दही नहीं मिला. नहीं मिलेगा. नहीं मिला. ഇനി നമുക്ക് ആകെ ദേക്കെ ജായേഗെ. അപ്പം ആകെ ദുക്കാൻ മേ മിലേगा. അതന്നെ, ഏതേലും ദുക്കാൻ മേ മിലേगा. തൈര് കിട്ടും. ദുക്കാൻ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ തൈര് മാത്രമേ ഇല്ല. തൈര് ഇല്ലാത്ത എന്നാ കട കിട്ടാത്ത? എല്ലാവരുടെ വീട്ടിലും തൈരുണ്ട്. വീട്ടിൽ കയറി ചോദിച്ചാൽ എന്നാന്ന് വെച്ചാൽ തൈര് അതുകൊണ്ട് കടയിൽ നിന്ന് മേടിക്കുന്നവർ കുറവാ, തൈരും പാലും ഒക്കെ. ഇവിടുന്ന് വേണേൽ നമുക്ക് കുറച്ച് ഡീസൽ അടിച്ചോണ്ട് പോവാം. ഗ്രൂപ്പിലെ ഡീസൽ വിലയൊക്കെ എത്രയാണെന്ന് അറിയുകയും ചെയ്യാം. ഇന്ത്യൻ ഓയിലിന്റെ 2 പമ്പ് കയറി, 2 ഇടത്തും ഡീസൽ ഇല്ല. മുമ്പ് പറയണ്ടേ ഇല്ലെന്ന് അവര്. അപ്പൊ ഇത് ഒരു അഞ്ചി ഇവിടെ ആയിട്ട് ജിയോയിൽ നിന്ന് അടിച്ചോണ്ട് പോവാം. ഞങ്ങൾ 2-3 തമിഴ്നാട് വണ്ടിയൊക്കെ ഉണ്ട്. തമിഴ്നാട് വണ്ടിയല്ല, ആന്ധ്ര വണ്ടിയാണ്, തമിഴ്നാട് ബോഡിയാണ്. ഇവിടെ വില കുറവാണ് ഡീസലിന്. 88 രൂപ 68 പൈസ. അവിടെ ക്യൂ ആണല്ലോ വണ്ടി. പെട്രോളിന് 95 രൂപ. ഡീസൽ അടിക്കാൻ കുറേ വണ്ടിയുണ്ട്, തിരക്കാം. എന്നാൽ പിന്നെ ഇങ്ങോട്ട് ഒതുക്കി വരികയാണല്ലേ ചോറിട്ടിട്ട് ഡീസൽ അടിക്കാം. അതൊക്കെയാലും ചോറിനാൻ നിർത്തണം. ഇവിടെ ഉത്തർപ്രദേശിൽ ഡീസലിന് വിലക്കുറവായതുകൊണ്ട് ഈ വണ്ടിക്കാരെല്ലാം ഇവിടെ വന്ന് അടിക്കാൻ വേണ്ടി എല്ലാവരും ഇതുണ്ട്. ഈ വണ്ടിയെല്ലാം ഡീസൽ ഫുള്ളാക്കാൻ വേണ്ടി നിൽക്കുന്ന വണ്ടികളാണ്. അവരുടെ കെട്ട് ലൂസായി, അപ്പോൾ അതുകൊണ്ട് വലിച്ച് ടൈറ്റ് ചെയ്യുക, അടുത്ത കുക്കയിലോട്ട് മാറ്റിയിടുക. ഇന്ന് ഉപ്പും അച്ചാറും, നാരങ്ങ അച്ചാറും കണ്ണിമാങ്ങ അച്ചാറും. വേറൊരു അച്ചാർ ഇവിടെ ഉണ്ടല്ലോ. അത് നാരങ്ങാനെയാ. 2 നാരങ്ങയാണോ? ഇത് നാരങ്ങ, അത് നാരങ്ങ. കണ്ണിമാങ്ങ എടുത്തില്ല, അതാണ് ഓർത്തോണ്ട് ഇത് എടുത്തോണ്ട് വന്നേ. ഇപ്പോൾ ഊണൊക്കെ കഴിഞ്ഞു, അപ്പം ഡീസൽ അടിക്കാൻ വേണ്ടി പിടിച്ചു. അയ്യോ, നമ്മൾ കണ്ടില്ലോ, ഇത് കണ്ടോ? ഇത് HP-യുടെ ഒരു പെട്രോൾ പമ്പായിരുന്നു. അത് ടോയ്ലറ്റും ഫുട്മാളും എല്ലാം ഉണ്ടായിരുന്നു. അപ്നാ ഘർ ഫാമിലി റെസ്റ്റോറൻറ്റ്, മോഡേൺ ടോയ്ലറ്റ്, സെൽഫ് കുക്കിംഗ് ഏരിയ എല്ലാം ഉണ്ടായിരുന്നു. അത് അറിയത്തില്ലായിരുന്നില്ല. ഇപ്പറേ വന്ന് കയറി അവിടെ ഇട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ച് അല്ലേ? അതെ അതെ. ആ സമയത്ത് ഡീസൽ മേടിക്കായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ബോർഡറിൽ ഇഷ്ടം പോലെ പമ്പുണ്ട്. HP-യുടെ തന്നെ 2 എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒരു 4-5 പമ്പ് നമ്മൾ കണ്ടില്ലേ ഇത്രയും കയറിയപ്പോഴേ. അത് ഡീസലിൻ്റെ വില വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നത് മധ്യപ്രദേശിൽ 92 ചില്ലറയാണ്, 93-അടുത്താണ്. ഇവിടെ 88 ചില്ലറയേ ഉള്ളൂ. അപ്പം 4-5 രൂപയുടെ വ്യത്യാസമുണ്ടല്ലോ 1 ലിറ്ററല്ലേ. അപ്പോൾ ഇത് അറിയാവുന്ന വണ്ടിക്കാരെല്ലാം ചവിട്ടി അവിടെ ഒരു പശു അടിയ എൻ്റെ മുന്നിൽ. അറിയാവുന്ന വണ്ടിക്കാരെല്ലാവേ അവിടുന്ന് ഡീസൽ അടിക്കാതെ വന്ന് ഇവിടെ വന്ന് അടിക്കും. വലിയൊരു നദിയാണല്ലോ, നടുക്കൂടെ മാത്രം കുറച്ച് വെള്ളം. പക്ഷെ വെള്ളം എപ്പോഴും ഒഴുകുന്നുണ്ട്. അവിടെ ചെറിയ ഇതുണ്ട്. അതെ, ഡാം ഉണ്ട് അവിടെ, ചെക്ക് ഡാം ഉണ്ട് അവിടെ. ചെക്ക് ഡാം അതുകൊണ്ടാണ്. എന്നിട്ടും വെള്ളം ഒഴുകുന്നുണ്ട്. വലിയ നദിയാ. UP ടൂറിസം വെൽക്കംസ് യു. പ്രയാഗ്രാജ് 117 കിലോമീറ്റർ. പ്രയാഗ്രാജ് നമ്മൾ പോകുന്നില്ലല്ലോ.
പിന്നെന്താ ഇവിടുന്ന് നേരെ പ്രയാഗ്രാജ് എഴുതി ഇതിലേം പോ. അതുവഴി നമ്മൾ നോക്കിയപ്പോഴേ 90 കിലോമീറ്റർ അങ്ങാണ്ടല്ലേ. അവിടുന്ന് 90 ഉള്ളൂ. ഇവിടുന്ന് ഇപ്പൊ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് പ്രയാഗ്രാജ് പോകുന്നത്. ഈ നമ്മളീ പോകുന്ന റോഡ് ലെഫ്റ്റ് ഭാഗത്തായിട്ട്. അപ്പൊ അത് ഇത് തമ്മിൽ പ്രയാഗ്രാജും വാരണാസിയും തമ്മിൽ എനിക്ക് തോന്നുന്ന ഒരു 100-150 കിലോമീറ്റർ വല്ലോ ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ വാരണാസി ചെല്ലുമ്പോഴത്തേനും സന്ധ്യ ആവും അല്ലേ? സന്ധ്യാവുമായിരിക്കും. ഔറംഗാബാദ്, ഇവിടെ ഒരു ഔറംഗാബാദ് ഉണ്ട്. ഇവിടുത്തെ പമ്പുകളിലെല്ലാം നോക്കി ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. ഇതേ ഇവിടെ ഒരു കാൽവരി ഉണ്ട്, കൽവാരിയ. ഇന്ന് വേണമെങ്കിൽ നമുക്കേ ഇപ്പം കാശിയിൽ ചെല്ലും, ബനാറസിൽ ഒരു വൈകുന്നേരം സന്ധ്യ വാരണാസിയിൽ. അതായത് കാശിയും വാരണാസിയും ബനാറസും ഒന്ന് തന്നെയാണ്. നമ്മൾ കൂടുതലും കാശി എന്നല്ലേ നാട്ടിലുള്ളവർ പറയുന്നത്. ഇവിടെ ഉള്ളവർ കൂടുതലും പറയുന്നത് ബനാറസ്, കാശി എന്നും പറയും. ഈ വാരണാസി എന്ന് പറയുന്നവർ വളരെ കുറവാണ്. എനിക്ക് വാരണാസി അറിയത്തുണ്ട്, കാശി കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു രണ്ട് സ്ഥലമായിരിക്കും. ഒറ്റ സ്ഥലമാണ് എല്ലാരും അങ്ങനെ ഓർക്കുന്നത്. കാശി, ബനാറസ്, വാരണാസി ഒന്ന് തന്നെ. അച്ഛൻ പറയുന്ന കാശിക്ക് പോവാ, കാശിക്ക് പോവാ. അതുകൊണ്ട് മുത്ത് കാശിയിൽ വന്നിട്ടില്ലല്ലോ. ഇല്ല, നമ്മളന്ന് കുംഭമേളയ്ക്ക് വന്നപ്പോഴും മുത്തില്ലായിരുന്നല്ലോ. ഇല്ല. കാശി വിശ്വനാഥ ക്ഷേത്രം വേണമെങ്കിൽ പോയി ഒന്ന് കണ്ട് തൊഴുതിട്ട് പോവാം. അതെ, നല്ല വെയിലാ. പക്ഷെ വെയിലാണെങ്കിലും വലിയ ചൂടായിട്ടില്ല. ഇവിടെ എല്ലാം വരണ്ട പ്രദേശമല്ല. ഇത് കണ്ടില്ലേ, ഇവിടെ ഒന്നും കൃഷികളൊന്നുമില്ല. ഇതേ ചെറിയൊരു ഇറക്കമാണ്. അത്ര ചെറുതല്ല കേട്ടോ. ഇത് നമ്മൾ കാറിൽ പോവാണെങ്കിൽ അത്ര വലിയ ഇറക്കമൊന്നുമല്ല. പക്ഷെ ലോഡും കൊണ്ട് ഇത്രയും ലോഡുള്ള വണ്ടി വരുമ്പം നല്ല ഇറക്കമാണ്. ആ ലോറി വരുന്ന കണ്ടാ അറിയത്തില്ലേ? അതെ, ഇവിടെ എല്ലാം പാറയാണ്, പാറക്കെട്ട. അതാ ഇവിടുന്നും പ്രയാഗ്രാജ് പോവാം, 101 കിലോമീറ്റർ. അവിടെ നോ എൻട്രി. അതെന്നു വെച്ചാൽ മിർസാപൂർ ടൗണിലേക്ക് നോ എൻട്രിയാണ്. നമ്മളിപ്പം മിർസാപൂർ ബൈപ്പാസിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ടല്ലോ. ഇതൊക്കെ കാലിവണ്ടികളാണ് മുക്കാലും. കുറെ കാലിവണ്ടികളാണ്, റോഡ് വണ്ടികൾ കുറവാ. ഒരു ഗുഡ്സ് ട്രെയിൻ തോന്നും. കൽക്കരിയാ, കൽക്കരി. അതെ, വേറെ ഒരു ട്രെയിനിന്റെ തൊട്ടടുത്തൂടെ പോകുന്നു. ഏതായാലും കൽക്കരിയാ ലോഡ്. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് ഗോതമ്പ് മേടിച്ചോണ്ടേ പോകുന്നുള്ളൂ. അത് ഇവിടുന്ന് മേടിക്കണമെന്നല്ല, നമുക്ക് കർണാടകയിൽ നിന്നും കിട്ടും നല്ല ഗോതമ്പ്. കർണാടകയിൽ നിന്നും കിട്ടുക? നേരത്തെ മേടിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊടിപ്പിച്ച് വെക്കുന്നുണ്ടായിരുന്നു. ഈ തവണ കുറച്ച് ഗോതമ്പ് മേടിച്ചിട്ട് വേണം എന്നിട്ട് ശുദ്ധമായ ഗോതമ്പിലൊടുക്കിയ ഞാൻ തന്നെ ഉണ്ടാക്കിയ ചപ്പാത്തി ഇട്ടു. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഗോതമ്പ് മേടിച്ചാലോ? ഞാൻ ചപ്പാത്തി കല്ലൊന്നും കൊണ്ടുവന്നില്ല. അത് കുഴപ്പമില്ല. ഇവിടെ ഒരു ചപ്പാത്തി പല കിട്ടാൻ പാടൊന്നുമില്ല. ഇന്നലെ നമ്മൾ ടോളിൽ മറ്റേ വാഷ്റൂമിൽ ക്ലീൻ ചെയ്യുന്ന ചേച്ചിയില്ലേ, ആ ചേച്ചിയായിട്ട് ഒരു 10 മിനിറ്റ് സംസാരിച്ച് ചേച്ചിക്ക് ഫോണിലെ പരിപാടികളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കാണിച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം ആദ്യമായിട്ട് ഫോൺ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ജോലി കിട്ടിക്കണ്ട ഫോൺ യൂസ് ചെയ്യുന്നതെന്നാണ്, അതിന് മുന്നേ ഉപയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്നോട് വേണം ഇവിടെ നിന്നോളാൻ പറഞ്ഞു, വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു എന്നോട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ മുട്ട മേടിക്കാൻ പോയ അടുത്ത രീതിയും പറഞ്ഞു അവിടെ നിന്നോളാൻ. ഞാൻ തന്നെ 2 ദിവസം കഴിയുമ്പോൾ പോകാമെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഇവിടെ നിന്നൊരു ചപ്പാത്തി പല കിട്ടാൻ പാടൊന്നുമില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, എവിടെ ചോദിച്ചാൽ ആര് വേണേലും തരും. ഉണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിന്നാ മതിയോ? അത് കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യും, ചപ്പാത്തി നമുക്ക് ബോർഡറിൽ ചെന്നിട്ട് ക്ലിയറൻസിന് കിടക്കുന്ന സമയത്ത് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി അവിടെ റെസ്റ്റ് ചെയ്യാം. താൻ ഉണ്ടാക്കുമെങ്കിൽ ഞാൻ എവിടുന്നേലും ചപ്പാത്തിക്കല്ലൊക്കെ മേടിച്ചു തരാം, അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കഞ്ഞിനെ വെച്ച് കുടിക്കാം, അതാ നല്ലത്. വെറുതെ ഇതും ഗുഡ്സ് ട്രെയിനാ അല്ലേ? ഇതും ഗുഡ്സ് ട്രെയിനാ. ഇവിടെ അടുത്ത് വല്ല സ്റ്റേഷനും ഉള്ളതാണോ അതോ പോരുന്നതാണോ ഒരു ഐഡിയ ഇല്ല. പതുക്കെ പോന്നാണ്. ഇപ്പൊ എത്ര ഇത് 3ാമത്തെ ട്രെയിൻ അല്ലേ നമ്മളിപ്പോ കാണുന്നത്? വാരണാസി വികാസ് പ്രതികരൺ ക്ഷേത്രമേം ആപ്കാ സ്വാഗത് ഹൈ. എന്നാ പൊടിയാന്ന് നോക്കിയേ. അതെന്താന്നറിയാ, താഴെക്കൂടെ 2-3 ലോറിയും ടിപ്പറും പോകുന്നുണ്ട്, അതിന്റെ പൊടിയാ. അല്ല, എനിക്ക് അവിടെ വല്ല വർക്ക് നടക്കുന്നുണ്ടായിരിക്കും. ഈ വണ്ടി പോകുന്നതിന്റെ പൊടിയാന്നത്. ഈ വണ്ടിയാ മുന്നിലത്തെ. വാരണാസി 17. അവിടെ മാത്രമല്ല, അങ്ങോട്ട് മൊത്തം പൊടിയാ. അതുകൊണ്ടോ വണ്ടി പോകുന്നതിനെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം പൊടിയാ വഴിയില്. അതുകൊണ്ടാ ടിപ്പർ ട്രെയിലറുകൾ തന്നെയാ കിടക്കുന്നത്. ഇവിടെ വർക്ക്ഷോപ്പിന്റെ ഏറിയൊക്കെയാ. നമ്മളെ ഇപ്പൊ ഈ നിരപ്പത്തൂടെ തന്നെയല്ലേ പോന്നേ, പുറകില് ലോഡുള്ള കാര്യം മറന്നു പോകുന്നല്ലേ. കയറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഓർത്തേനെ ലോഡുണ്ടെന്ന്. താങ്ക്സ് ഫോർ വിസിറ്റിംഗ് മാ വിദ്യാവാസിനി ദേവി ധാം മിർസാപൂർ. അപ്പോഴേ നമ്മള് വാരണാസി എത്തി, അതായത് ബനാറസ് എത്തി.
കാശിയിലെത്തി. അതെ, നമുക്ക് ഈ മുകളിലത്തെ ഹൈവേ കൂടെ റൈറ്റിലേക്കാണ് നമുക്ക് പോകണ്ടേ. തൽക്കാലം നമ്മൾ കാശി ഒന്ന് കാണാൻ പോലെ, അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോട്ടെ. വാരണാസി ടൗണിലേക്ക് കയറിപ്പോൾ നേരെ കയറി പോകണം. അതായത് കാശി വിശ്വനാഥ ക്ഷേത്രമൊക്കെ നേരെ കയറി പോകണം. റൈറ്റിലേക്ക് പോയാൽ ഗയ. ഇത് രാംനഗർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. സൂര്യനൊക്കെ അസ്തമിച്ച് ഇപ്പം വണ്ടി എവിടെയെങ്കിലും കൊണ്ടുവരണേ കുറച്ച് ദൂരം പോകേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മളിപ്പോ അപ്പുറത്തെ ഗംഗ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പറയാ ഗംഗാനദി. ഗംഗാജി എന്നാണ് എല്ലാരും പറയുന്നത് കേട്ടോ. ഇതാണ് ഗംഗാജി. അവിടെ എന്താ വർക്ക് നടക്കുന്നുണ്ടല്ലോ. അവിടെ എന്താ വർക്ക് നടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മുടെ ഗംഗാ നദി. അവിടെ നിന്ന് ഇച്ചിരി പോന്നപ്പോഴത്തേക്കും തിരക്കെല്ലാം പോയി കേട്ടോ. അതാ നമ്മളാ ഗംഗ ക്രോസ് ചെയ്യാൻ നേരത്തുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ 6 ലൈൻ അല്ലേ, അവിടെ 4 ലൈൻ ആയതിന്റെ തിരക്കായിരുന്നു. ഇപ്പോൾ ഇവിടെ GSTയുടെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ ബില്ലൊക്കെ മേടിച്ച് നോക്കി. നമുക്ക് അപ്പുറം എവിടെയെങ്കിലും പമ്പിലിടാം. വേണേ ഇവിടെ ഇടായിരുന്നു. ഇവിടെ ഇട്ടാലുവേ പിന്നെ നമ്മൾ വരാൻ താമസിക്കുകയൊക്കെ ചെയ്താലേ ആരും ഇല്ലാതെ ഇതിലൂടെ സേഫ് പമ്പിലിടുന്ന. അപ്പോൾ ഇതാ ഇവിടെ ഒരു പേ ആൻഡ് പാർക്ക് ഉണ്ട് ആ ഹോട്ടലിനടുത്ത്. എന്നാൽ പിന്നെ വണ്ടി നമുക്ക് അവിടെ കയറ്റിയിടാന്ന് അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു 100 രൂപ പാർക്കിങ്ങിന് പൈസ ആവുന്നേ ഉള്ളൂ, അവിടെ ഇട്ടോളാൻ പറഞ്ഞു. വട്ടെ നേരെ പോട്ടെ നേരെ പോട്ടെ ആ സൈഡിൽ ചെന്ന് നേരെ ആക്കി പോട്ടെ. ഇത് ആക്കിയാലും കുഴപ്പമില്ല, നല്ല സ്ഥലം. ഇങ്ങോട്ട് ചേർന്നോ ഇങ്ങോട്ട്. അങ്ങനെ. അപ്പോൾ മൊത്തം ആദ്യമായിട്ടാണ് വാരണാസിയിൽ എത്തുന്നത്. അതുകൊണ്ട് നമുക്കിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിലൊക്കെ പോയി ഒന്ന് ദർശനം നടത്തിയിട്ട് വരാം. ശ്രീ കാശി വിശ്വനാഥ് ധാം. അപ്പോൾ ഇതാണ് ഗേറ്റ് നമ്പർ 4. ഇതിലേ നമ്മൾ കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ആക്കിയാലും ഫ്രീ എൻട്രിയാണ്, വലിയ തിരക്കില്ലാതെ VIP ലൈനിൽ കൂടെ തന്നെ കയറിപ്പോവാം. അപ്പോൾ ഞങ്ങൾ ക്ഷേത്രത്തിൽ കയറി കാശി വിശ്വനാഥനെയൊക്കെ തൊഴുതു. ഇന്നേക്കാലും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുപോലെ രാത്രി ആയതുകൂടെ കൊണ്ടായിരിക്കും വലിയ തിരക്കില്ലാതെ നല്ലപോലെ തൊഴാൻ പറ്റി. എല്ലാം കൂടെ ഒരു 1.5 മണിക്കൂർ. അതെ, 11 മണിയായി. 1.5 മണിക്കൂർ എടുത്തില്ല, 1 മണിക്കൂർ കൊണ്ട് തൊഴുതിറങ്ങി. പിന്നെ ഞങ്ങൾ ചുമ്മാ കുറച്ച് നേരം അതിനകത്തൂടെ ഒക്കെ നടന്നു. ഘട്ടിലൊക്കെ പോയി, ദശാശ്വമേധ ഘട്ടിൽ പോയി, പിന്നെ മണികർണിക മേളിൽ നിന്ന് കണ്ടു. ആ താഴെ പുക വരുന്നിടത്താണ് മണികർണിക ഘട്ട്. നമുക്ക് ഇവിടെ താഴെ വരെ ഇറങ്ങിപ്പോയിട്ട് വരാം, ഗംഗയുടെ തീരത്ത് വരെ. ശങ്കരാചാര്യസ്വാമികളുടെ ഒരു സ്റ്റാച്ചു. ഏകയില് വണ്ടി ഇട്ടെടുത്ത് തന്നെ കടയും കൂടെ ഉള്ളത് നന്നായി. അതുകൊണ്ട് എല്ലാം കഴിച്ചിട്ട് പോവാം. അതെ, സമയം എന്നായെന്നറിയോ? 12:30 ഇപ്പോൾ അതെ തന്തൂരി റൊട്ടിയും ഒരു ചന മസാലയും ഒരു സേവ് ഭാജി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോകുന്നു. സമയം ഇപ്പം 1:45, 2 ആവാറായി. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ഓടിയിട്ട് എവിടെയെങ്കിലും വണ്ടിയൊക്കെ ഒതുക്കി കിടന്നുറങ്ങണം. അപ്പോൾ നമ്മുടെ കാഠ്മണ്ഡു യാത്രയുടെ ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.